അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാല് 4 കുട്ടികളുമായി ഒരു സ്ത്രീ ഒറ്റക്ക് ഒരു വീട്ടില് എങ്ങനെയാണ് ആ പെണ്ണിന്റെ ജീവിതം എന്നുള്ള കാണിക്കുന്ന ഒരു വീഡിയോ കേട്ടോ. നോക്കാൻ നിങ്ങൾ ആ പെണ്ണിന്റെ ഒരു അവസ്ഥ. സ്പ്രേ തേച്ച് കൊടുക്കണ്, ലോഷൻ തേച്ച് കൊടുക്കണ്, രാവിലെ നീച്ചാല അവസ്ഥ ഇട്ടത്. കുട്ടികളെ 3 നീപ്പിച്ച് കുളിപ്പിച്ച് ഒരുങ്ങി. പുതിയാപ്പിള ഇങ്ങനെ ഒരു മോയന്തനേക്കാരൻ ജിമ്മിന് പോകണോണ്ട് സ്റ്റീൽ ബോഡി കണ്ണാടിയിൽ നോക്കിയാണ് ഇങ്ങനെ നടക്കും. ഇവനാണെങ്കിലോ ഈ കുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓനെ ടൈ ഇല്ലാതെ സ്കൂൾക്ക് പോകില്ല. മറ്റോ പിന്നെ വലിയവനെ കൊണ്ട് നല്ല ഉപകാരം കേട്ടോ. അതായത് ചെറുതിനെ നോക്കി കളിപ്പിക്കാനും തള്ളക്ക് എന്തെങ്കിലും പണിണ്ടാമായി നോക്കാനൊക്കെ അവൻ കൂടും. പിന്നെ ഉള്ളത് ഈ ഒരു തന്തയാണ്, മൊരടൻ തന്ത. ആകെയുള്ളൊരു ഉപകാരം പറഞ്ഞാൽ ഈ കുട്ടികളെ ഉണ്ടാക്കാനും കുട്ടികളെ നോക്കാനും എപ്പോഴെങ്കിലും. രാവിലെ തന്നെ 3 പെരും കച്ചറ. എന്തിനും ഗേറ്റ് തുറക്കാൻ. ഗേറ്റ് തുറക്കണോണ്ടല്ല, ഗേറ്റുമ്പോൾ തൊട്ടാ കയ്യുമ്പോൾ പെയിന്റ് ആവും. അതുകൊണ്ട് ഓല് നമ്മൾ ലാസ്റ്റ് കുഞ്ഞോളനെ വന്നിട്ട് തുറന്നു കൊടുത്തിട്ടോ. ഇവർ 3 പോണത് നമ്മൾ അംഗനവാടിക്ക് പോകണോടെ നടുവിൽ നിൽക്കണോൻ്റെ കൊടയിലാണ്. അപ്പോൾ അതിനും പിന്നെയും കച്ചറ കൂടി. അതിൽ ഞാൻ തന്തക്ക അങ്ങോട്ട് ഈറടിച്ച് കിട്ടോ. തന്തക്കന്നെ എപ്പം കുത്തം മൂക്കിന് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി ഡയലോഗ് അടിച്ചിങ്ങനെ ഇവരൊക്കെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തണം. അതിൻ്റെ അടിയിൽ ഒരു അവല് വിൽക്കണ കാക്കുണ്ട്. ആ പെരയിൽ അവലുമാണ് പോയിച്ചാൽ പോയിക്കണം. ആ തന്തക്ക അറിയില്ലല്ലേ, ഞങ്ങളാണ് ആ പെരയിൽ. അങ്ങനെ സ്കൂൾ ബസ് വന്നു, കുട്ടികളൊക്കെ കയറി. സ്കൂൾ ബസ് അങ്ങനെ പോയി. ഇവൻ്റെ കൊടയിൽ പോകുന്ന ഒറ്റക്കായിട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടോളം പെരയിക്കുന്നു. അവലും കാക്കാൻ്റെ വിചാരം വേറെ ആരും ഉണ്ട് എഴുതിയിട്ട് കാത്തിക്കണം. അവസാനം അയാളെ സങ്കടപ്പെടുത്തേണ്ട എഴുതിയിട്ട് കുറച്ച് അച്ചപ്പം, അതേപോലെ തന്നെ ടിഷ ഉണ്ടോക്ക് കുട കുടിച്ചു കൊടുക്കണം മഴയത്ത്. പിന്നെ കുറച്ച് എന്ത് ചെയ്തു, കുറച്ച് അവലും വാങ്ങി. നല്ല മഴയത്ത് നല്ല കട്ടൻ ചായയും കൂട്ടി നിന്നാണ്. ഇത് അവലൊക്കെ ലിറ്ററിനാണ് പോലെ കൊടുക്കല്, ലിറ്ററിൻ്റെ പാത്രത്തിൽ. അങ്ങനെയാണ് പോലെ ഇതിൻ്റെ തൂക്കം കണക്കാക്കൽ. അത് പുതിയൊരു അറിവാട്ടോ. ഉള്ളിൽ നല്ലൊരു നുറുക്ക് നോക്കിയാണ്ട് ഇവിടുത്ത് ഇവൻ്റെ പാൻറ്റ് കുറച്ച് ലൂസാട്ടോ. അങ്ങനെ ഞാൻ ചിക്കൻ വാങ്ങാൻ പോയിട്ട് രാവിലെ തന്നെ. ഞാൻ പിന്നെ പെരയിൽ നിന്ന് ചായ അടിച്ചില്ലല്ലോ. ചിക്കൻ വാങ്ങാൻ വന്ന പസിയാക്കാനോട് പോയി ഒരു ചായ കുടിച്ചു. ചിക്കൻ വാങ്ങാൻ പോയ വഴിക്കാണ് മീൻ കണ്ടത്. മീൻ അങ്ങോട്ട് വാങ്ങി. കുറച്ചൊന്നും നോക്കില്ല, നല്ല കണ. അപ്പോൾ ഓനെന്നെ നന്നാക്കി തരാറപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. കുഞ്ഞോളം അടങ്ങാറാക്കേണ്ട എഴുതിയിട്ട് അതന്നെ ആയിക്കോട്ടെ എഴുതി. പിന്നെ അതിൻ്റെ വേസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ആ പൂച്ചാക്കും കാക്കും കൊടുത്തോളാറും. കാരണം നമ്മൾ പറഞ്ഞാൽ ഹൃദയശുദ്ധി ഉള്ളവർ, നിങ്ങൾക്ക് അറിയാലോ. അത് അതിന്മേൽ ഞാൻ നഷ്ടപ്പെരിന് നഷ്ടം വരട്ടേന്ന് കരുതി. പിന്നെ മീൻ കൊണ്ട് കൊടുത്തപ്പോൾ കുഞ്ഞോളം അറിയാണ് ഇത് കാണല്ലേ ഒരു കൊണ വർത്താനം. ചവിട്ടടിവർക്കൊന്നും കൊടുത്താലാ ചേലിന്.